എം.എസ്. വേണുഗോപാൽ ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഖമനിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇറാനും ഔദ്യോഗികമായി. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരു പുതുയുഗം ഇറാനിൽ പിറക്കുമെന്ന് കരുതണോ, അതോ ഇറാൻ പൂർണ്ണമായും അമേരിക്കയുടെ അധിനിവേശത്തിലാകുമോ? ഇല്ല, അമേരിക്കയുടെ പൂർണ്ണമായ അധിനിവേശത്തിലാവാനുള്ള സാധ്യത ഇപ്പോഴില്ല. കാരണം അവർ അടുത്ത ഖമനിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. മുജ്തബി ഖൊമൈനിയെ, അവരുടെ അതായത് അയത്തുള്ള അലി ഖൊമൈനിയുടെ രണ്ടാമത്തെ പുത്രനെ തലവനായി അനൌദ്യോഗികമായി തന്നെ അവര് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ എയർ ബേസുകൾ പലതും തകർക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ IRGCയുടെ കൗൺസിൽ കേന്ദ്രം തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അലി ഷംഖാനി അടക്കം ഡിഫൻസ് സെക്രട്ടറി, ഡിഫൻസ് മിനിസ്റ്റർ, IRGCയുടെ മിലിറ്ററി ബ്യൂറോ ഹെഡ് മുഹമ്മദ് ഷിറാസി, അങ്ങനെ 40ഓളം ടോപ്പ് ലീഡേഴ്സിനെ വധിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇറാൻ ഒരു ഷോക്കാണ്. പക്ഷേ ഇറാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ അവര് രണ്ട് വിഭാഗത്തിന്റെയും, അതായത് ക്ലർജിയുടെയും അതുപോലെ തന്നെ റവല്യൂഷണറി ആർമിയുടെയും കമാൻഡർമാരെയും രണ്ട് സെക്ടറായി തിരിച്ചുകൊണ്ട് ഒരാൾക്ക് ശേഷം അടുത്തയാൾ എന്നൊരു ഹൈറാർക്കി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹൈറാർക്കി ഇനിയും യുദ്ധങ്ങൾ തുടരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അയത്തുള്ള ഖമേനിയുടെ മകൻ മജ്തബയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. മജ്തബയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് അനൌദ്യോഗികമായി പറയുന്നതാണ്. കാരണം ഇപ്പോൾ അവിടെ 2 ദിവസത്തെ ദുഃഖാചരണം നടക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് അനൌദ്യോഗികമായി അത്തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതെല്ലാം സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്ലാൻ ബി ഞങ്ങൾ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആ പ്ലാൻ ബി ഇനി വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണേണ്ടത് ഇപ്പൊ അമേരിക്കയും ഇസ്രായേലിനും അയൺ ഡോം അവിടെ ഉണ്ട്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ US അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രൊട്ടക്ഷൻ അപകടത്തിലാണ്. അവരുടെ പ്രധാനപ്പെട്ട വെസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കൊമേഴ്ഷ്യൽ സെന്റേഴ്സിലും ഇറാന് ഇന്നലെയും ഇന്നുമായിട്ട് ആക്രമിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, ഇന്നലെ രാത്രിയുമായിട്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് അമേരിക്ക പറഞ്ഞ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. UAE-ക്കാകട്ടെ, ഖത്തറിനാവട്ടെ, സൗദിക്കാകട്ടെ, അവര് പറഞ്ഞതൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ശക്തമായ ആക്രമണം ഈ ഘട്ടത്തിലും ഇറാനിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിയൻ ജനത ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയിരിക്കുന്നു. അത് ഒരു നെഗറ്റീവ് സ്റ്റെപ്പായിട്ട് അമേരിക്കയ്ക്ക് കാണേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ശക്തമായിട്ട് അവിടുത്തെ ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അയത്തുള്ള അലി ഖമനിയുടെ ചിത്രവുമായിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഇതിനെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ. അതുതന്നെ ലോകത്തെ ഷിയ വിഭാഗത്തിന്റെ മുഴുവൻ അതിർത്തി, ഇതൊരു റംസാൻ മാസത്തിൽ ഇത്തരം ഒരു സാധനം തെരഞ്ഞെടുത്തത് ട്രംപ് ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആണെന്ന് ഞാൻ പറയുള്ളൂ. അമേരിക്കൻ കോൺഗ്രസിലും ട്രംപിനെതിരെ വലിയ വിമർശനം ഉയർന്നു. ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്ന ഒരാളാണ് ട്രംപ് എന്ന തരത്തിലുള്ള വിമർശനം ഉണ്ടെന്ന് കേൾക്കുന്നു. ട്രംപ് ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ റമദാൻ മാസത്തിൽ, സമാധാനത്തിന്റെ മാസത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ഏതെങ്കിലും മുസ്ലിം ഇസ്ലാമിക വിശ്വാസികൾ ക്ഷമിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്ര ഭയങ്കരമായ ഒരു പ്രവൃത്തിയാണ്, ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ടോക്സും ഡിസ്കഷനും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു ആക്രമണം. അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമനിയെ അവർ പൂർണ്ണമായും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുമായിരുന്നു. ഈ ഡിസ്കഷൻ നടക്കുന്ന ജനീവയിലടക്കം ഒമാന്റെയൊക്കെ നേതൃത്വത്തിൽ ഡിസ്കഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അവരുടെ നേതാവിനെതിരെ ഒരു വധശ്രമം ഉണ്ടാവില്ല എന്നവർ കരുതിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ വധം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ അമേരിക്കയ്ക്കെതിരെ മാത്രമല്ല ലോകത്തിന് സമാധാനക്രമത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇത് നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രമല്ല.
ഒരു വലിയ രാഷ്ട്രമാണ്. അവർക്ക് ചാവേറുകളെ പോലെ നിൽക്കുന്ന ഒരു ആർമിയുണ്ട്. അവര് വെനിസ്വേലയിൽ കളിച്ച കളിയല്ല ഇറാനുമായിട്ട് കളിക്കാൻ പോകുന്നത്. അവിടുത്തെ 9 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ്. അവിടുത്തെ മുഴുവൻ പേരും ഖമേനിക്ക് എതിരല്ല. ചില പുരോഗമനവാദികൾ ഗവൺമെന്റിനെതിരെയും അവിടെ നടത്തുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചില നീക്കങ്ങൾക്കെതിരെയൊക്കെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മതാടിസ്ഥാനത്തിൽ ടോപ്പ് ടു ബോട്ടം വളരെ സെറ്റപ്പിലുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനെതിരെ ഒരു നീക്കം നടത്തുമ്പോൾ വേണ്ട ഒരു ഹോംവർക്ക് ട്രംപ് നടത്തിയോ എന്നുള്ളത് വളരെ ആലോചിക്കേണ്ടതാണ് നമുക്ക്. എന്തായാലും ഇത് നിസ്സാരമായ കോൺസിക്വൻസസ് അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ട്രംപ് ഇതുവരെ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വെനസ്വേലയിലൊക്കെ അമേരിക്ക കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നു, മെഡ്യൂറയെ പിടിച്ചുകൊണ്ട് വന്നതൊക്കെ അറിയാം. ഇറാഖിൽ ഇതിനു മുൻപ് അമേരിക്കയുടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളെയും ആക്രമിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അതുപോലെയല്ല ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ആക്രമണം എന്നുള്ളതാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൊണാൾഡ് ട്രംപ് അത് ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണോ ഈ ആക്രമണം നടത്തിയത്? നേരത്തെ ശ്രീ MS വേണുഗോപാൽ പറഞ്ഞ പോലെ കൃത്യമായ ഒരു ആലോചനയില്ലാതെ നടത്തിയ ആക്രമണമാണോ എന്നൊക്കെ വരും മണിക്കൂറുകൾ തെളിയിക്കും. ഏതായാലും അയത്തുള്ള ഖമേനിയെ കൊല്ലപ്പെടുത്താൻ അമേരിക്ക കഴിഞ്ഞു. ഇസ്രായേൽ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ശത്രുക്കൾ ചുറ്റുമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇറാന് നിത്യശത്രുവായി ഇറാനെയും അവർ മാറ്റിയ പശ്ചാത്തലവും പ്രധാനമാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.